ഞാൻ ഇന്ന് വരുമെന്ന് വിചാരിച്ച ഇല്ല. പാട്ട് പാടിയിരിക്കുകയാണ്. പ്രഭാതം കിളിയുടെ നാദം ഞാൻ കാണുന്ന വിരിയുന്ന വാനം കുയിൽ പാടുന്ന മധുരമി ഗാനം അകലെയുന്ന സൂര്യനെ കാണാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് റൈഡ്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്ന എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാമിയുടെ വീട്ടിലാണ്. അതായത് എന്റെ വ്ളോഗ് തുടങ്ങിയ അന്ന് മുതലേ നമ്മുടെ മാമിയുടെ മക്കളൊക്കെ പറയുന്നുണ്ട് നമ്മളെയും കൂടെ ഈ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ വരുമെന്ന് പ്രോമിസ് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവരോരോ ഓടി വീട്ടിൽ കയറി പോവുക. ഒരു നാമക്കേടുണ്ട്. നമ്മുടെ മാമിയെ കാണിച്ചുതരാം. മാമി ഇതാ ചങ്കൂറ്റൻ ധൈര്യത്തോടെ വന്ന് നിൽക്കുകയാണ് നമ്മളിവിടെ. ഇതാണ് എൻ്റെ മാമി എന്ന് പറയുന്നത്. പേരെന്ന് പറയോ? എൻ്റെ പേര് രത്നജകുമാരി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് എന്തോന്നാണ് പറയാനുള്ളത്? പിന്നെ നല്ല മിടുക്കനാണ്, അവനൊരു നല്ലൊരു ഭാവിയുണ്ട്. മതി ഇനി കൂടുതൽ പറഞ്ഞ അവര് പറയും ഞാൻ പറയിക്കണേണെന്ന് വിചാരിക്കും. അതുകൊണ്ട് അത് വേണ്ട. മാമി ഒരു രക്ഷയില്ല, മൊത്തത്തിൽ പവറാണ്. ബാക്കിയുള്ളവരെല്ലാം ഒളിച്ചിരിക്കുകയാണ്. മാമിയുടെ മക്കളെല്ലാം. ഞാൻ ഇനി അവരുടെ വീട് കാണിച്ചു തരാം. ആ കാണുന്നതാണ് ആദ്യത്തെ ആളുടെ വീട്, പ്രിയ ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളുടെ വീട് ഇതാണ്, സംഗീത ചേച്ചിയുടെ. നമുക്ക് ആദ്യം താഴെ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ഒന്നും പറയില്ലേ? സന്തോഷം. സന്തോഷം. പിന്നെ സുഖം തന്നെ. ഇന്ന് സ്കൂളിൽ പോയാ? സ്കൂളിൽ പോയി. ഓക്കെ. നമ്മളെ ഡബിങ് ആർട്ടിസ്റ്റ് ചേച്ചി സുഖം തന്നെ? സുഖം. ഇന്ന് വർക്കില്ലായിരുന്നാ? പിന്നെ വർക്കുണ്ടായിരുന്നു. ഇപ്പൊ എന്തോന്നൊക്കെ വർക്കാണ് നടക്കണേ? ഇപ്പൊ എല്ലാ വർക്കും ഉണ്ട്. എല്ലാ സീരിയലും ഉണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ TV. ഇനി അടുത്ത സിനിമയൊക്കെ ഇനി എന്നാണ് അടുത്ത്? സിനിമയൊക്കെ വരട്ടെ. മൂത്ത ആളെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒളിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ. അപ്പൊ ഇത് ഉണ്ണിക്കുട്ടന്റെ വീടാണ്. ഈ കാണുന്നത് കണ്ടില്ലേ? അടിപൊളി വീട്. എന്റെ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാരും വരും ഗൈസ്. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഏത് സിനിമ വെച്ച് കാണണേ? ബാഹുബലി 2. അത് പറഞ്ഞപ്പോഴാണ് ആളെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ട്. പേരൊന്ന് പറയോ? ഇതെന്റെ മാമിയുടെ മോനാണ്. മാമിയുടെ പേരൊന്നും പറഞ്ഞു. മാമിയെ ഞാൻ കണ്ടു അവിടെ വെച്ച്. മാമി ഒരു രക്ഷയില്ല. നിങ്ങളൊക്കെ നല്ല എനർജറ്റിക് ആണ്. നിങ്ങൾ കണ്ടില്ല? അപ്പൊ മാമിയുടെ മൂത്ത മോളാണ്. രണ്ടാമത്തെ മോളാണ് നമ്മൾ ആദ്യം കണ്ടത്, ആ താഴെയുള്ള വീട്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ആ ഇളയ മോളുടെ മോനാണിത്, ശ്രീകുട്ടൻ. മൂത്ത ആളുടെ മോനെന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടൻ. എത്രയുണ്ട് പഠിക്കണേ? +2. ഏത് സ്കൂള്? ചിന്മയ വിദ്യാലയ. അപ്പൊ അവിടെയുള്ള കൂട്ടുകാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്റെ ബ്രോയിന്റെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണമെന്ന് ലൈക്ക് ഒക്കെ അടിച്ച് ഇനി നിന്റെ പവർ. നീ വാ. എന്തൊക്കെയാണ് നിന്റെ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എല്ലാരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പോരാ, പവർ വരണം. അടിച്ചു പൊട്ടിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു പവറാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണിച്ചു. 3 വർഷമായി. ഞാൻ ഇന്ന് വരുമെന്ന് നീ വിചാരിച്ച? ഇല്ല. അതാണ്, ഇന്ന് ഞാൻ വരുമെന്ന് നീ വിചാരിച്ചില്ല. ഇവനെ ഞാൻ വിളിച്ചില്ല. ഇത്രയും വൃത്തിയുള്ള കിച്ചൺ നമുക്ക് പോലും ഇല്ല. സത്യം പറയാൻ ഇത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. ഇത്രയും വൃത്തി നമുക്ക് അവിടെ ഇല്ല. ഗൈസ് കണ്ടോ, ഇത്രയും നല്ല വർക്ക് ഏരിയ. ഇവിടെയൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നോക്കണേ. കാരണം ഇത്രയും വൃത്തിയില് കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ പൂട്ടിയിടണം. എന്തായാലും കൊള്ളാം. ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ സ്റ്റഡി റൂം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്റ്റഡി റൂം ഒന്ന് കാണിച്ചു തരാമോ? സൂപ്പർ, അടിപൊളി സ്റ്റഡി റൂം. ഇവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കണമെങ്കിൽ പഠിക്കും. നിങ്ങൾ ആദ്യം വന്നപ്പോ കണ്ട വീടാണ് തോണ്ട അവിടെ. ഇവിടെ നിന്ന് നമുക്ക് എല്ലാരും വീടും കാണാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും കൂട്ടി തന്നെ, അടിയും ബഹളമൊന്നുമില്ല. അത് മാത്രമേ കുറെ നാളിന് ശേഷം വരുന്നത്.
സത്യം സത്യം ഇവർ പറയുന്ന സത്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ വ്ളോഗ് തുടങ്ങുന്ന സമയം തൊട്ടേ പറയാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്റെ ദൈവം ഒടുക്കത്തെ ഇംഗ്ലീഷ്. ഒരു കാര്യം പറയാനുള്ള നിങ്ങൾക്ക് അനുഭവം ഉണ്ടോന്ന് നോക്കണം. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെല്ലാം ഭയങ്കര ഇംഗ്ലീഷാണ്. അവരുടെ ഉള്ള ഈസം വാസും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ തട്ടിക്കുന്നത് തന്നെ. ചേച്ചിയാ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് അങ്ങാര് പറഞ്ഞത്. അതെ അതെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്? പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഗെയിമിംഗ് PC ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ദിവസം ഉപയോഗം ഇല്ലാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓ കനൽ പൂവ്. അടുത്ത് കളിവീട്. ഓ 1000 എപ്പിസോഡൊക്കെ ഭാവന. ഞാൻ അവന്റെ റൂമെല്ലാം ഒന്ന് കാണിച്ചു തരാം. അവന്റെ സ്റ്റഡി റൂമും കാര്യങ്ങളും എല്ലാം. യെസ്. അപ്പൊ ഇതിലൂടെ നമ്മുടെ ശ്രീകുട്ടന്റെ ഫ്രണ്ട്സും അവന്റെ വീട്, അതെ എല്ലാവരും അവന്റെ വീടും റൂമും എല്ലാം കാണണം ഈ വീഡിയോയിലൂടെ. യെസ്, അങ്ങനെയാണ്. അത് ശരി. എവിടെയാണിത്? ഓ ഗൈസ്, ദേ മോളില് ദേ അവൻ സ്പീക്കർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരി. നല്ല സൗണ്ട് ഒക്കെ ആയിരിക്കും. ഇതാണ് നിന്റെ സ്റ്റഡി ടേബിൾ. നമ്മളെ ശ്രീകുട്ടന്റെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. ശ്രീതേട്ടന്റെ മോനാണ് കുഞ്ഞുണ്ണി. അപ്പൊ അവനാണ് ഈ ഒരു കുക്കുടുവിന്റെ കണ്ണു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കൊണ്ടുവന്ന ഇത്രയും വൃത്തിയുള്ള കിച്ചൺ ഞാൻ ഇവിടെയും മോളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓ വർക്ക് ഇവിടെ നീ വർക്കൗട്ടൊക്കെ ചെയ്യും. ഓ അമ്മയുടെ റൂമും സാധനങ്ങളും. ഓ അതെ, അതേപോലൊരു അമ്മയും മോന്. നമ്മളെ ശ്രീകുട്ടൻ ഒരു നല്ലൊരു പാട്ട് പാടാൻ നോക്കാം. ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മരിവിലാണു നീ. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മരിവിലാണു നീ. പാട്ട് പാടിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എടുക്കാനായിട്ട് നിങ്ങള് അങ്ങനെയൊന്നുമില്ല. അടിപൊളി 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 അടിപൊളി. അപ്പൊ ഇത്രയും പാട്ട് പാടിയോണ്ട് ഇനി ചെലവൊന്നും ഇല്ലേ നാളെ? ഇന്നലത്തെ പഴങ്ങിയും നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. പ്രസാദവും മൗന ചുംബനങ്ങളിൽ പങ്കുവയ്ക്കുവാൻ ഓടി വന്നതാണു നീ. രാഗചന്ദനം നെറ്റിയിൽ തൊടാൻ രൂപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു.
ഗായ്സ് അങ്ങനെ നമ്മളെ ശ്രീകുട്ടൻ നല്ല സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടി ഞങ്ങളെ ഞെട്ടിച്ചു. എന്നാ പിന്നെ നമ്മളെ ഉണ്ണിക്കുട്ടൻ ഒരു പാട്ട് പാടാൻ വേണ്ടി അവന് റെഡി ആയിരിക്കുകയാണ്. അവന് വിട്ടുകൊടുക്കാൻ തയ്യാറൊന്നുമല്ല. രണ്ടുപേരും കട്ടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവന്റെ ഒരു പാട്ടായിരിക്കും അടുത്ത് വരുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺ, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അടുത്ത അവന്റെ ഗാനമാണ്. പ്രഭാതം കിളിയുടെ നാദം ഞാൻ കാണുന്ന വിരിയുന്ന വാനം കുയിൽ പാടുന്ന മധുരമി ഗാനം അകലെയുന്ന സൂര്യനെ കാണാൻ സൺറൈസ് in the east chill moonshine in the peak yeah sunrise in the east chill moonshine in the peak വേവലാദികൾ ആവലാദ് പുകയുമാദികൾ നിറയെ വീതികൾ നിന്റെ ചിന്തകൾ നിന്റെ രാധകൾ നിന്റെ ഉള്ളിലോ 100 കേവികൾ സ്വയം ഉരുകി തീരും പോലെ തോന്നും നേരം മനസ്സാരെ വിങ്ങും പോലെ തോന്നും നേരം കണ്ണാകെ നീറും നേരം ഉള്ളാകെ പുകയും നേരം നീ തേടണം അകലെ വാനം. ഉണ്ണിക്കുട്ടൻ പാട്ട് പാടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, പൊളിച്ചു. അങ്ങനെ ഞാൻ മാമിയുടെ വീട്ടിലൊക്കെ വന്നു. അവരുടെ ആ പരാതിയും പരിപ്പവും പിണക്കവും എല്ലാം ഞാൻ തീർത്തിരിക്കുകയാണ്. കുറെ നാളുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വരവ് അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ വീഡിയോസ് എല്ലാം, എല്ലാവരും നല്ല പൊളിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് മാമിയാണ്. മാമി ആദ്യം മുതലേ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയായിരുന്നു. മാമി ഭയങ്കര പവറായിരുന്നു ഗൈസ്. മാത്രമല്ല നമ്മുടെ പുതിയ പയ്യന്മാരൊക്കെ വേറെ ലെവല്. അവരൊന്നിനും പിന്നിലോട്ടല്ല. നിങ്ങൾ കണ്ടല്ലേ പാട്ടൊക്കെ പാടിയത് മൊത്തത്തിൽ തകർത്ത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ്.